അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവർ, ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട മുഖ്യമായ ഒരു ആവശ്യം പെട്ടെന്ന് തീർന്നു കിട്ടാനുള്ള ഒരു സൊല്യൂഷനാണ്. ഒരു മുജറബായ പരിശോധിച്ച് ഫലം കിട്ടിയ ഒരു വിഷയത്തെക്കുറിച്ചാണ് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. മഹാന്മാർ നമുക്ക് അവിടെ നിന്ന് പഠിപ്പിച്ചതാണ്. ഇശാ നിസ്കാര ശേഷം ഒരാൾ നല്ലൊരു സ്ഥലം തിരഞ്ഞെടുത്ത്, പ്രത്യേകിച്ച് നിസ്കാര റൂമുകളിൽ അല്ലെങ്കിൽ പള്ളികളിൽ പുരുഷന്മാർ നല്ലൊരു സ്ഥലം, അതായത് റൂമിൽ വെച്ചോ നല്ലൊരു വൃത്തിയുള്ളൊരു സ്ഥലത്തിരുന്ന് ഒളു എടുത്ത് അതിന് ശേഷം കിബിലയിലേക്ക് മുന്നിട്ട് 4 യാസീൻ സൂറത്ത് പാരായണം ചെയ്യണം. 4 യാസീൻ സൂറത്ത് പാരായണം ചെയ്യണം. ആ 4 യാസീൻ സൂറത്ത് ഓതുന്നതിനിടയിൽ മറ്റൊരു സംസാരം ഉണ്ടാവാൻ പാടില്ല, മറ്റൊരു വാക്കോ അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയോ ഒന്നും ഉണ്ടാവാൻ പാടില്ല, മറ്റു വിഷയങ്ങളിലേക്ക് ശ്രദ്ധ തിരിയുക ഒന്നും ഉണ്ടാവാതെ നല്ല രൂപത്തിൽ 4 യാസീൻ സൂറത്ത് ഒരാൾ ഓതി നല്ല വൃത്തിയുള്ള സ്ഥലത്ത്, ആരുമില്ലാത്ത ഒരു സ്ഥലത്തിരുന്ന് നല്ല രൂപത്തിൽ നല്ല മനസ്സോടു കൂടെ 4 യാസീൻ സൂറത്ത് ഓതി അതിന് ശേഷം 3 തവണ ഈ പറയാൻ പോകുന്ന ദുആ 3 തവണ നടത്തണം. സുബ്ഹാനൽ മുനഫ്ഫിസി അൻ കുല്ലി മദിയൂൻ, സുബ്ഹാനൽ മുഫർരിജി അൻ കുല്ലി മഹ്സൂൻ, സുബ്ഹാന മൻ അംറുഹു ബൈനൽ കാഫി വന്നൂൻ, സുബ്ഹാന മൻ ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ, യാ മുഫർരിജൽ ഹുമൂം യാ ഹയ്യു യാ ഖയ്യൂം സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വഫഅലി കദാ വകദാ. ഒന്നുകൂടി പറയാം. സുബ്ഹാനൽ മുനഫ്ഫിസി അൻ കുല്ലി മദിയൂൻ, സുബ്ഹാനൽ മുഫർരിജി അൻ കുല്ലി മഹ്സൂൻ, സുബ്ഹാന മൻ അംറുഹു ബൈനൽ കാഫി വന്നൂൻ, സുബ്ഹാന മൻ ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ, യാ മുഫർരിജൽ ഹുമൂം യാ ഹയ്യു യാ ഖയ്യൂം സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വഫഅലി കദാ വകദാ. ഈ ദുആ 3 തവണ നടത്തി പിന്നെ നിങ്ങളുടെ മനസ്സിലുള്ള എന്ത് ആവശ്യമാണോ അത് റബ്ബിനോട് പറയുക. എങ്കിൽ നിങ്ങൾ വിചാരിച്ചതിലപ്പുറം ഉള്ള ഒരു വിജയം